ഹായ് ഓൾ. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ലിനക്സിൻ്റെ അകത്തിരിക്കുന്ന ഒരു EC2 ഇൻസ്റ്റൻസുമായിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഒരു വേയിൽ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ലിനക്സ് EC2 ഇൻസ്റ്റൻസുമായിട്ട് നമ്മളൊരു SSH ക്ലയൻറ്റ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് പഠിച്ചിരുന്നു അല്ലേ? അപ്പം നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ടിരിക്കുന്ന ഒരു മെത്തേഡ് കൂടി നമുക്കുണ്ട്. അതാണ് EC2 കണക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. EC2 ഇൻസ്റ്റൻസ് കണക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ലിനക്സ് ഇൻസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് നോർമലി ഇരിക്കുന്നത്. SSH ബേസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു മെക്കാനിസമാണ്. ഒരു ബ്രൗസർ ബേസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു മെക്കാനിസവും കൂടിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ലിനക്സ് ഇൻസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ എനിക്കിവിടെ ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ റെനീഷ് IAM എന്ന് പറയുന്ന യൂസറിലാണ്, അഡ്മിൻ പ്രിവിലേജ് ഉള്ള യൂസറിലാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ അഡ്മിൻ പ്രിവിലേജ് ഉള്ള യൂസറിൽ ലോഗിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാനിന്ന് അവസാനം പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു EC2 ഇൻസ്റ്റൻസ് ഉണ്ട് ഇവിടെ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഇൻസ്റ്റൻസ് ആണ്. അപ്പം നിങ്ങൾ ഏത് ഇൻസ്റ്റൻസ് ആയിട്ടാണോ കണക്ട് ചെയ്യേണ്ടത് ആ ഇൻസ്റ്റൻസ് ഒന്ന് ഇവിടെ ചൂസ് ചെയ്യണം. ആ ചൂസ് ചെയ്ത് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് EC2 ലിനക്സിലിരിക്കുന്ന ഒരു EC2 ഇൻസ്റ്റൻസ് ആണ്. ലിനക്സിലിരിക്കുന്ന EC2 ഇൻസ്റ്റൻസിന് മാത്രമേ നമുക്കിത് പോസിബിൾ ആവുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതിലാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ലിനക്സ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ AMI ID ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. AMI ID ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്ന AMI ഏതാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇവിടെ ലിനക്സിന് ഇരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ലിനക്സിന് ഇരിക്കുന്ന ഒരു EC2 ഇൻസ്റ്റൻസ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കാണാൻ പറ്റും. നമ്മൾ ആമസോൺ ലിനക്സ് 2023 എന്ന് പറയുന്ന AMI വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഇൻസ്റ്റൻസുകളാണ് നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് ചൂസ് ചെയ്തിട്ടുണ്ട്. ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ കണക്റ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ബട്ടൺ കാണാം. ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എത്തും. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തന്നെ EC2 ഇൻസ്റ്റൻസ് കണക്റ്റ് എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയൊന്നും നമ്മളിവിടെ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ആമസോൺ ലിനക്സിൻ്റെ ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന യൂസർ നെയിം ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ടാകും. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ലിനക്സ് ആണെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന യൂസർ നെയിം ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നോർമലി നമുക്ക് നമ്മളുടെ ഇപ്പം നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന EC2 ഇൻസ്റ്റൻസിൻ്റെ യൂസർ നെയിം എന്ന് പറയുന്നത് EC2 യൂസർ തന്നെയാണ്. അപ്പോൾ അത് തന്നെ കൊടുത്താൽ മതി. ഇത്രയും മാത്രം നമുക്ക് മതി. ബേസിക്കലി നമ്മൾ SSH ക്ലയൻറ്റ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്ത സമയത്ത് നമ്മളൊരു SSH കീ യൂസ് ചെയ്തിരുന്നു അല്ലേ? ഒരു പ്രൈവറ്റ് കീ നമ്മളൊരു pm.file ഒക്കെ യൂസ് ചെയ്തിരുന്നല്ലോ അല്ലേ? ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഒരു പർട്ടിക്കുലർ IAM യൂസർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതൊന്നുമില്ലാതെ ജസ്റ്റ് ഒരു യൂസർ നെയിം വെച്ചിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. അതേപോലെയുള്ള ഈ SSH കീകളും പ്രൈവറ്റ് കീ പോലുള്ള സാധനങ്ങളൊന്നും നമ്മൾ മാനേജ് ചെയ്യേണ്ട കാര്യമില്ല ഇത് വെച്ച് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇത്രയും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണക്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ വേറൊരു ബ്രൗസറിലോട്ട് പോകും. ഈ പറഞ്ഞിരിക്കുന്ന SSH ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രൗസർ ബേസ്ഡ് ആയിട്ടിരിക്കുന്ന മെത്തേഡാണ്. ഇവിടെ ഓൾറെഡി കണക്റ്റ് ആയി. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിനക്സിൻ്റെ അകത്തിരിക്കുന്ന എന്ത് കമാൻഡും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഓക്കെ, സോറി. നിങ്ങൾക്ക് എന്ത് കമാൻഡ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ലിനക്സ് ഇൻസ്റ്റൻസിനെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് SSHൻ്റെ അകത്ത് SSH ക്ലയൻറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ലിനക്സിൻ്റെ ഇൻസ്റ്റൻസിനെ ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കൊന്ന് ഈ ചാപ്റ്റർ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തല്ലോ അല്ലേ? ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസർക്ക് ചില പെർമിഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് EC2 ഇൻസ്റ്റൻസ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ പെർമിഷനാണ് ഇവിടെ ഒരു ഡോക്യുമെൻറ്റേഷനിൽ, ഇത് AWSൻ്റെ ഡോക്യുമെൻറ്റേഷനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം ഇവിടെ ഇങ്ങനെയൊരു പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് EC2 ഇൻസ്റ്റൻസ് കണക്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന IAM യൂസർക്ക് അസോസിയേറ്റഡ് ആയിട്ട് ഈ ഒരു പോളിസി ഉണ്ടാവേണ്ടതുണ്ട്.
അപ്പോൾ നമ്മളുടെ കേസിൽ എന്തുകൊണ്ട് വർക്ക് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ റിനീഷ് IAM എന്ന് പറയുന്നത് അഡ്മിൻ പ്രിവിലേജ് ഉള്ള അഡ്മിൻ പോളിസി അപ്ലൈ ചെയ്തിരിക്കുന്ന യൂസറാണ്. നമ്മളത് ചെയ്തു വരുമ്പോൾ ആ രീതിയിലാണല്ലോ അല്ലേ നമ്മൾ ഈ യൂസറിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വേറെ ഒന്നും ചെയ്യാതെ തന്നെ EC2 ഇൻസ്റ്റൻസ് കണക്ട് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പം വേറെ ഏതെങ്കിലും യൂസറാണ് അല്ലെങ്കിൽ പ്രിവിലേജ് കുറഞ്ഞ ഒരു യൂസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് പോളിസീസ് കൂടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഈ സാധനം നമ്മളിപ്പോൾ പഠിക്കുന്നില്ല. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ EC2ൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം EC2ൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ പോളിസീസ് നമുക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളതിന് നമുക്കൊരു സെപ്പറേറ്റ് സെഷൻ തന്നെ എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോളിസിയും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടൊന്ന് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒരു പോളിസി കൂടി ആവശ്യമുണ്ട് എന്നുള്ള കാര്യമൊന്ന് ഓർത്തിരുന്നാൽ മതി. അത് കൂടാതെ കുറച്ചും കൂടെ റെസ്ട്രിക്റ്റീവ് ആയിട്ടിരിക്കുന്ന ലിസ്റ്റ് പ്രിവിലേജ് കൊടുത്തിരിക്കുന്ന ഒരു പോളിസി കൊടുക്കുന്നതൊക്കെ ആയിരിക്കും നല്ലതെന്നുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമുക്ക് ലേറ്റർ പഠിക്കാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അഡ്മിൻ പ്രിവിലേജ് ഉള്ള IAM യൂസർ വെച്ചിട്ട് ലോഗിൻ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.